ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഗൈഡൻസ് മെസ്സേജ് ഇന്ന് ഞാൻ പൈൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ചേഞ്ച് ഇസ് കമ്മിങ് എന്നാണ് നമ്മൾ ഒരു ടോപ്പിക്ക്. മാറ്റങ്ങൾ വരുന്നു. എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ അതിന് പൈൽ ചൂസ് ചെയ്തോളൂ. ഓക്കെ, 2 പൈൽ വെക്കുന്നുണ്ട്. പൈൽ 1 ഈ ലൈൻ്റെ ഒരു ഹാങ്ങിങ് സാധനമാണ്. ഓക്കെ, ഈ ലൈൻ്റെ. ആൻഡ് സെക്കൻഡ് 1 പൈൽ 2 ഈ 7 ചക്രയുടെ പിരമിഡ്. ഓക്കെ, സോ പൈൽ 1 പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്തോളൂ. എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് 2-3 ഡെക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. സോ ലെറ്റ് സി നമുക്ക് കിട്ടുന്നത് നോക്കാം. സോ ചേഞ്ച് ഇസ് കമ്മിങ്. എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ ഇവിടെ പൈൽ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുന്നത് ഈ ഓക്കെ, സമയം ലിമിറ്റ് നമ്മൾ വെച്ചില്ല അല്ലേ. ഓക്കെ, നമുക്ക് ഈ ജനുവരി കഴിയുമ്പോൾ എന്ന് നോക്കാം. ഈ ജനുവരിയിൽ നമുക്ക് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ജനുവരി അവസാനിക്കുന്നതിന് മുമ്പ് എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ഓക്കെ, ടെമ്പറൻസ്, 3 of Pentacles and Lovers. 3 of Cups ഉണ്ട്. ഓക്കെ, ഒരു മാറ്റത്തിൻ്റെ കാര്യം ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ചേഞ്ച് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സമയം മാറി വരുന്നു എന്ന രീതിയിൽ. സോ ഇവിടെ എനിക്ക് കാണുന്നത് ഇത് രണ്ടും 3 ഉണ്ട് ഇവിടെ. ആൻഡ് ബാഡ് ടെമ്പറൻസ്. ഓക്കെ, സോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ലവേഴ്സ് കാർഡ് പറയുമ്പോൾ നമ്മളിപ്പോഴും ഒരു ചോയ്സിൻ്റെ കാര്യമാണ് പറയുക. ഓക്കെ, ഒരു തീരുമാനം എടുക്കുന്ന രീതിക്ക് നമ്മളൊരു 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 2 എന്നല്ല, പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിനെ തമ്മിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്ന രീതിക്ക്. ഇത് ഞാൻ റിലേഷൻഷിപ്പ് രീതിയിൽ പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു സോറി ഇതായിരുന്നു സോറി ഞാൻ പെട്ടെന്ന്. ഓക്കെ, ഞാൻ എന്തോ ഒരു ഇതുണ്ടല്ലോ. ഓക്കെ, ഇവിടെ 3 വന്നിട്ടുണ്ട്. സോ അഗൈൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുന്ന കാര്യം, ആ തീരുമാനം ഓക്കെ നിങ്ങൾക്ക് വളരെ ഒരു നല്ല സന്തോഷം കൊണ്ടുവരുന്ന രീതിക്ക്, നിങ്ങൾക്കൊരു സെലിബ്രേഷൻ കൊണ്ടുവരുന്ന രീതിക്ക്. ഇത് കുറച്ച് പേർക്ക് നിങ്ങളൊരു കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കാം. അതായത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ വീട്ടിൽ, ഫാമിലിയിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ നിങ്ങളൊരു കോംപ്രമൈസ് വരുന്ന രീതിക്ക് എടുക്കാം. ആൻഡ് കോംപ്രമൈസ് ചെയ്തിവിടെ നമ്മൾ മുന്നോട്ട് ഒന്നിച്ച് നമ്മൾ പരസ്പരം നമ്മളൊരു മനസ്സിലാക്കി പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്ന രീതിക്ക്. ഓക്കെ, ഒത്ത് വർക്ക് ചെയ്യില്ലേ, നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി ശ്രമിച്ച് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. സോ അതിപ്പോൾ ബിസിനസ്സിലായാലും ശരി, ഓക്കെ, നിങ്ങൾ ജോലി സ്ഥലത്തായാലും ശരി, ഈവൻ ഫ്രണ്ട്സ് ഫാമിലിയുടെ ഇടയിലായാലും ശരി, ബന്ധങ്ങളിലായാലും ശരി. ഓക്കെ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, കോംപ്രമൈസിൽ മുന്നോട്ട് നമുക്ക് പോവാം. ഒരു കോംപ്രമൈസിൽ നമുക്ക് എല്ലാം ഒത്ത് അണ്ടർസ്റ്റാൻഡിങ്ങോടെ നമുക്ക് മുന്നോട്ട് എല്ലാവരും ഒത്തുചേർന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിറ്റുവേഷൻ ബെറ്റർ ആക്കാം എന്ന രീതിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന പോലെ. പ്രത്യേകിച്ച് ഇത് കൊളാബറേഷനിൽ വർക്ക് ചെയ്യുന്ന രീതിക്കാണ്. ആക്ച്വലി ഇവിടെ ഞാനിത് 6 ആണ് നമ്പർ, ബട്ട് എവിടെയോ 3 എന്ന് ഓർക്കാൻ റീസൺ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യമാണ്. ഇതും 3 എന്ന രീതിക്ക്. സോ ഇവിടെ എവിടെയോ എനിക്കൊരു 3 എന്ന നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 3 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സ്പിരിച്വൽ നമ്പറാണ്. ഓക്കെ, സോ സ്പിരിച്വലി കുറെ കൂടി നിങ്ങൾ അലൈൻ ആവുന്ന പോലെ, അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യവും ഓക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതികളും ആൻഡ് അതിൻ്റെ റിസൾട്ടും എല്ലാം ഒത്ത് ഇങ്ങനെ വരുന്ന ഇത് പറയും നമ്മൾ. സോ അത് അങ്ങനെ സംഭവിക്കാൻ പോകുന്ന പോലെയാണ്. സോ ഇവിടെ നിങ്ങൾ ആദ്യം തീരുമാനം എടുക്കുന്നുണ്ട്. ആ തീരുമാനം എടുത്ത ശേഷം അതിന് വേണ്ട എഫേർട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പോലെ, ആൻഡ് അതിന് മുന്നോട്ട് ഒരു സന്തോഷം വരുന്നു എന്നുമാണ്. സോ ഇവിടെ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു ബാലൻസിൽ നമ്മളെല്ലാം കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. ബട്ട് അതിനെ ഒരു ചോയ്സ് എടുക്കണം എന്ന രീതി കാണുന്നുണ്ട്. നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട്, എന്താണ് വേണ്ടത് എന്ന്. ഐ തിങ്ക് ഒരു ചോയ്സ് വരുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ആൻഡ് ആ ചോയ്സിന് ശേഷം ഇപ്പോൾ ജോലിയിൽ, കരിയറിലൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രോജക്റ്റൊക്കെ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യുന്ന പോലെ, ജോലി നന്നായിട്ട് തീർക്കുന്ന പോലെ, ഫാമിലിയിലായാലും നിങ്ങളെല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് നമ്മളൊരു സന്തോഷം, ആക്ച്വലി ഒരു നല്ല സന്തോഷമായ സമയങ്ങൾ നിങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. സോ മാറ്റം ഇവിടെ മേ ബി ഈ ഒരു കോംപ്രമൈസ് ആയിരിക്കാം ഏറ്റവും മെയിൻ മാറ്റം. അതായത് ഓക്കെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാവരും കൂടി പോവാം എന്ന രീതിക്ക് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് ഒരു കോംപ്രമൈസിൽ മുന്നോട്ട് പോകുന്ന പോലെ, ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. നിങ്ങൾ കൂടുതൽ ഇമോഷണലും ആവില്ല, കൂടുതൽ പ്രാക്ടിക്കലും ആവില്ല. ആ രീതിക്ക് നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കാണുന്നത്. സോ കാരണം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹകരണം കൂടി വേണമായിരിക്കും അല്ലേ, മറ്റുള്ളവരുടെ സഹായം വേണമായിരിക്കും, സഹകരണം വേണമായിരിക്കും. സോ ഇവിടെ മേ ബി നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും ഓക്കെ നമുക്ക് ഒന്ന് കോംപ്രമൈസിൽ മുന്നോട്ട് പോവാം എന്ന രീതിക്ക്. ആൻഡ് ഇവിടെ ഓക്കെ ഈവൻ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, അതെവിടെയോ നിങ്ങൾ ഒരു കോംപ്രമൈസിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നമുക്ക്
ഈ ഡെക്കൊന്ന് കൂടി ഒന്ന് നോക്കിയേക്കാം. സോറി, ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് എന്താണെന്ന് നോക്കാം. പ്രാക്ടീസ് മെഡിറ്റേഷൻ. ഓക്കെ, ടെമ്പറൻസ് ആക്ച്വലി ബാലൻസ് അത് തന്നെയാണ്. നിങ്ങൾ എവിടെയൊക്കെയോ കുറേ ശാന്തമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന തരത്തിലാണ് കാണുന്നത്. അതിന് പ്രാക്ടീസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ഗെയിൻ എ ന്യൂ പെർസ്പെക്റ്റീവ്. ഓക്കെ, ആൻഡ് വർക്ക് ഓൺ ചേഞ്ചിങ് യുവർ തോട്ട്സ്. സി ഇവിടെ അഗൈൻ വർക്കിൻ്റെ കാര്യമൊക്കെ വരുന്നുണ്ട്. സോ ഓക്കെ, ഇവിടെ നിങ്ങളോട് ഐ തിങ്ക് നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അങ്ങനെ വലുതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഉണ്ടാവും. ഓക്കെ, കാരണം സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ മുന്നോട്ട് ഹാൻഡിൽ ചെയ്യും, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവാം. സോ ഇവിടെ പറയുന്ന പ്രാക്ടീസ് മെഡിറ്റേഷൻ. ഓക്കെ, നിങ്ങളോട് പറയുന്ന ആദ്യം ശാന്തമാവാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് പ്രാക്ടിക്കലും നിങ്ങളൊന്ന് ശാന്തമായിട്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. അതിന് കുറച്ച് മെഡിറ്റേഷനൊക്കെ നിങ്ങളെ സഹായിക്കും. കാരണം മറ്റുള്ളവരുമായിട്ട് ഒത്തുപോകാനും എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും അല്ലേ. ഗെയിൻ എ ന്യൂ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. സോ എവിടെയോ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കാം, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. സോ അവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ കൂടി മറ്റുള്ളവരെ പെർസ്പെക്റ്റീവ് കാണാൻ തയ്യാറാവണം. ഓക്കെ, മറ്റുള്ളവരെ കൂടെ എല്ലാവരും ഒത്തുചേർന്നൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ഒരു കോംപ്രമൈസ് അവിടെ ആവശ്യമാണ്. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കൂടി ചിലപ്പോൾ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടി വരും. സോ ഇവിടെ ഗെയിൻ എ ന്യൂ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് കാഴ്ചപ്പാട് നിങ്ങളുടെ കുറച്ച് മാറ്റാനാണ് പറയുന്നത്. ആൻഡ് ഇവിടെ വർക്ക് ഓൺ ചേഞ്ചിങ് യുവർ തോട്ട്സും പറയുന്നുണ്ട്. സിമിലർ തിങ്. ഓക്കെ, നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ ഒന്ന് ചേഞ്ച് ചെയ്യൂ, അതായത് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, കാരണം നിങ്ങൾക്കൊരു വർക്ക് നമുക്ക് നടത്തിയെടുക്കണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തുചേർന്ന് എല്ലാവർക്കും ചെയ്യാൻ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരേണ്ടി വരും. കുറച്ചൊക്കെ പരസ്പരം മനസ്സിലാക്കാനും ഒരു കാഴ്ചപ്പാടുകൾ, അതായത് ചില തെറ്റുകൾ നമ്മൾ കണ്ടാലും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ കുറച്ചൊക്കെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റാൻ പറയുന്നുണ്ട് ചെറുതായിട്ട്. ഇത് രണ്ടും അത് തന്നെയാണ് പറയുന്നത്. സോ നിങ്ങളോട് ഐ തിങ്ക് മറ്റുള്ളവരുമായിട്ട് കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് ശ്രമം വയ്ക്കേണ്ടി വരും. അത് വേറെ കാര്യം. നിങ്ങൾ വിചാരിച്ച പോലെ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും, മറ്റുള്ളവർ ചെയ്തില്ല എന്ന് വരും. സോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷമ നശിക്കരുത് അല്ലേ. സോ അതിനാണ് മെഡിറ്റേഷൻ പറയുന്നത്. നിങ്ങളോട് പറയുന്നുണ്ട് കാം ബാലൻസ് കീപ്പ് യു മെയിൻറ്റെയിൻ യു എന്ന് പറയുന്നുണ്ട്. ആൻഡ് എനിവേ ചേഞ്ചസ് വരുന്നുണ്ട് എന്ന രീതിക്കാണ്. മാറ്റങ്ങൾ വരും, പക്ഷേ മേ ബി മാറ്റങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയിലായിരിക്കാം, കാഴ്ചപ്പാടിലായിരിക്കാം ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്നത്. സിറ്റുവേഷൻ മാറണമെങ്കിൽ നമ്മൾ ആദ്യം മാറണം അല്ലേ. സോ മേ ബി നിങ്ങളിലായിരിക്കാം മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, സോ എനിവേ ഇതാണ് നമുക്ക് ഫസ്റ്റ് പൈലിന് വന്നത് മാറ്റങ്ങൾ. ഇവിടെ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്, നോക്കാം. ഓക്കെ, നിങ്ങൾക്കിത് മാച്ച് ആവുമോ നോക്കൂ. ആൻഡ് നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാം. സെക്കൻഡ് പൈൽകാർക്ക് ചേഞ്ചസ് കമ്മിങ്. എന്ത് ചേഞ്ചാണ് വരുന്നത് ഈ ഒരു ജനുവരി അവസാനിക്കുന്ന മുമ്പ്? നമുക്ക് ഫെബ്രുവരി ആകുമ്പോഴേക്കും എന്ത് ചേഞ്ചാണ് പൈൽ 2കാർക്ക് എന്താ വരുന്നത് നോക്കാം. നമുക്ക് പൈൽ 2 ചൂസ് ചെയ്ത ആൾക്കാർക്ക് പൈൽ 2 ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് വരുന്നത്? ഫെബ്രുവരി ആകുമ്പോഴേക്കും നമുക്ക് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ നേരത്തെ വന്നിരുന്നു. സെയിം ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ്. ഓ, ഏസ് ഓഫ് സോർഡ്. ഓ മൈ ഗോഡ്. ത്രീ ഓഫ് വൺസ്, നൈറ്റ് ഓഫ് വൺസ്, ഫൂൾ. ഓക്കെ, ഇവിടെ മെയിൻലി എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സമയം ചേഞ്ച് ഉണ്ട്. ഓക്കെ, ആ സമയം ചേഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ആരുമായിട്ട് ഒരു മേജർ പ്രശ്നമായ ഒരു വ്യക്തി, നിങ്ങളുടെ ആരോടെങ്കിലും വഴക്ക്, പ്രശ്നം, ഒട്ടും നിങ്ങൾ തമ്മിൽ ലൈക്ക് ഒരു തരത്തിലും നിങ്ങൾ തമ്മിലൊരു ഒത്തുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികൾ. ഓക്കെ, നിങ്ങളും വേറൊരു പേഴ്സണും ആരായാലും ശരി, അവരുമായിട്ട് ഇത് റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, എന്തുമാവാം. ഓക്കെ, നിങ്ങളെ കൊളീഗ് ആവാം, ബോസ് ആവാം, ഫ്രണ്ട് ആവാം, ഫാമിലി മെമ്പർ ആവാം. ഓക്കെ, എവിടെയോ വളരെയധികം ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഈ ഇതിലൊക്കെ കാണുന്ന പോലെ ഐസ് എന്ന് പറയില്ലേ, കല്ല് ഒരു സോറി എല്ലാം മരവിച്ചു പോയ ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് എനിക്ക്. അതായത് അത്രയും നിങ്ങൾ തമ്മിൽ ഒരു ഒട്ടും ചേരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് എനിക്ക്. ഒട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുക, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, പ്രവൃത്തികൾ നിങ്ങളുടെ രണ്ടുപേരും ഐ തിങ്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഓക്കെ, അങ്ങനെ രണ്ട് വ്യക്തികൾ നിങ്ങളുടെ ഒരാളുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ എവിടെയോ
ആക്ച്വലി ഏസ് ഓഫ് സോർട്സ് ഉണ്ട്, ഒരു ക്ലാരിറ്റി, ട്രൂത്ത് എന്ന രീതിക്കാണ്, ഒരു സ്ട്രോങ് ഡിസിഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എന്തോ വരാൻ പോകുന്നുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ സമയത്തിൻ്റെ മാറ്റം എന്നാണ് കാണിക്കുന്നത്. സോ എവിടെയോ ഇതിന് ശേഷം പക്ഷെ ഇവിടെ കാണുന്നത് എനിക്ക് 3 of Wands, Knight of Wands ആൻഡ് Fool ആണ്. സോ ഒരു പുതിയ തുടക്കം എന്ന രീതിക്കാണ് കാണുന്നത്. ആ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ട് പിരിഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് സെപ്പറേറ്റ് ആയി, നിങ്ങൾ തമ്മിൽ ഒട്ടും അണ്ടർസ്റ്റാൻഡിങ് വരുന്നില്ല, കോൺടാക്റ്റ് ഇല്ലാതെയായി, അല്ലെങ്കിൽ കട്ട് ഓഫ് ആയി പോയി, അല്ലെങ്കിൽ വെട്ടിമാറ്റിയ രീതിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതെല്ലാം ഒന്ന് മാറി വരുന്നു എന്നാണ്. ആൻഡ് ഇവിടെ ഒരു വീണ്ടും ഒരു മെയിൻലി ഇവിടെ റിലേഷൻഷിപ്പ് ആവാം, ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആവാം, എന്തും ആവാം, ഒരു പേഴ്സണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന പോലെയുണ്ട്, ഒരു റീസ്റ്റാർട്ട് വരുന്ന പോലെയുണ്ട് എനിക്ക്. 3 of Wands ആക്ച്വലി നമ്മൾ പ്ലാനിങ് എന്ന രീതിക്ക് എടുക്കും. പ്ലാനിങ് അല്ലെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് എടുക്കാം. ഇവിടെ Knight of Wands ആൻഡ് Fool, ഒരു പേഴ്സൻ്റെ പറഞ്ഞ അവർ തിരിച്ച് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരുന്നതാണ് എനിക്ക് കാണുന്നത് ഇവിടെ. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇങ്ങനെയും എടുക്കാം, എന്നിട്ട് നിങ്ങൾ ടോട്ടലി കട്ട് ഓഫ് ചെയ്യുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് ഒട്ടും ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് വിട്ട് കളഞ്ഞ് മേ ബി നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിക്കും ആയിരിക്കാം. 2 തരത്തിലും വരുന്നുണ്ട് എനിക്ക്. ഐ ഡോണ്ട് നോ, എനിക്ക് 2 മെസ്സേജും കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തീരുമാനിക്കാം ദാറ്റ് ഓക്കെ, ഇനി എനിക്കിത് വേണ്ട എന്ന തീരുമാനം ചിലപ്പോൾ നിങ്ങൾ എടുക്കാം. സ്ട്രോങ് ഡിസിഷൻ ചിലപ്പോൾ നിങ്ങൾ എടുക്കാം, ദാറ്റില്ല എനിക്ക് ഇനി പറ്റില്ല എന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെ ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെ. ഒരു ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എടുക്കാം. സോ മേ ബി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെയാണ്, കുറച്ച് പേർക്ക് ഈവൻ റീയൂണിയൻ വരുന്ന പോലെയും ഉണ്ട്. സോ 2 സിറ്റുവേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഏതെങ്കിലും ഒന്നിനെ എനിക്ക് കൂടുതൽ തോന്നുന്നുണ്ടോ എന്ന് അറിയാനാണ്. ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, യെസ്, ആക്ച്വലി ഇല്ല, അതും മറ്റേ റീഡിങ്ങുമായിട്ട് ഐ തിങ്ക് കുറച്ച് മാച്ചും ഉണ്ട്. ഫസ്റ്റ് റീഡിങ്ങുമായിട്ട് കുറച്ച് മാച്ചും തോന്നുന്നുണ്ട്, എവിടെയോ കോംപ്രമൈസ് എന്ന രീതിക്കും കാണുന്നുണ്ട്. സോ ഇവിടെ ഫീലിങ്സ് ചേഞ്ച് ആയിട്ട് ഓക്കെ സോഫ്റ്റ് ആവുന്ന രീതിക്കും കാണുന്നുണ്ട്. കാരണം ക്വീൻ ഓഫ് സോർഡ്സ് ആയിരുന്നു, ഇപ്പോൾ ക്വീൻ ഓഫ് കപ്സിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഐ തിങ്ക് അവിടെ ഒരു കോംപ്രമൈസ് വരുന്ന പോലെയാണ്. സോ പേഴ്സൺ തിരിച്ച് കണക്ട് ചെയ്യും, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കോൺടാക്ട് വരും, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കുറച്ചൊന്ന് ഫീലിങ്സ് ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിക്ക് കാണുന്നുണ്ട്. ആരെങ്കിലുമായിട്ട് വഴക്കോ പ്രശ്നമോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സെപ്പറേഷനോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ആവുന്ന രീതിക്കാണ് കൂടുതലും തോന്നുന്നത്. ചിലവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ ഇത് സെൽഫ് കെയർ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും ഒരു സിറ്റുവേഷൻ്റെ ഒരു ക്ലാരിറ്റി വരും, ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം വരുന്നതായിട്ട്. ഓക്കെ സോറി ഓക്കെ സോറി ഇവിടെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന രീതിക്ക്, അതായത് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കത് വീണ്ടും ശ്രമിക്കണോ, വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണോ, അതോ കട്ട് ഓഫ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനം, സ്ട്രോങ് തീരുമാനം നിങ്ങൾ എടുക്കും. അതാണ് ഇവിടെ ചേഞ്ച് വരാൻ പോകുന്നത്. എന്തായാലും ഇവിടെ ഒരു സമയം മാറ്റമാണ്. നിങ്ങൾ ആക്ച്വലി അപ്പോൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും സോൾവ് ആവാനുള്ളൊരു സാധ്യത നമുക്ക് പറയാം. ഓക്കെ, ട്യൂൺ ഇൻ ടു യുവർ സോൾ, ഷോ കമ്പാഷൻ. ഓക്കെ, കുറച്ച് അറിവ് കാണിക്കാനാണ് പറയുന്നത്. ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്നുണ്ട്. ബി ഓപ്പൺ ടു മിറക്കിൾസ്. നിങ്ങളോട് പറയുന്നത് ഒരു മിറക്കിളായിട്ടായിരിക്കും ഇത് സംഭവിക്കുക. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സണിനോട് ഇനി ഒരിക്കലും ഒന്നും ശരിയാവില്ല എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് ഇവിടെ ബി ഓപ്പൺ ടു മിറക്കിൾസ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു മിറക്കിളസ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കാനുള്ളൊരു സാധ്യത. മേ ബി ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിങ്ങൾ വിചാരിക്കാതെ ചിലപ്പോൾ അവർ സോഫ്റ്റ് ആവുന്നതായിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ എവിടെയോ നിങ്ങളോട് പറയുന്നുണ്ട് ഷോ കമ്പാഷൻ എന്ന്. കുറച്ചൊന്ന് ദയോടെ അല്ലെങ്കിൽ അലിവോടെ പെരുമാറാൻ നിങ്ങളോട് പറയുന്നുണ്ട്. സോ മേ ബി അല്ലെങ്കിൽ അവർ നിങ്ങളോട് പെരുമാറും എന്നായിരിക്കാം. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും സ്നേഹത്തോടെ പെരുമാറും എന്ന രീതിക്കും എടുക്കാം. എപ്പോഴും നിങ്ങൾ വിട്ടു കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, ചിലപ്പോൾ അവരായിരിക്കും ഒന്ന് മേ ബി അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ഒരു അപ്രോച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ട്യൂൺ ഇൻ ടു യുവർ സോൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സോൾ പറയുന്നത് കേൾക്കൂ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും എന്താണ് കറക്റ്റ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ടേക്ക് എ സ്റ്റെപ്പ് ബാക്കും ഉണ്ട്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വിട്ടുമാറാനാണോ തീരുമാനിക്കുന്നത്, അതോ നിങ്ങളിതിനെ വീണ്ടും ഒന്ന് ശരിയാക്കണം എന്നാണോ, അത് നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിനോട്, ഇൻറ്റ്യൂഷനോട് നിങ്ങൾ ചോദിക്കുക. ആ ഇൻറ്റ്യൂഷൻ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും എന്താണ് കറക്റ്റ് എന്നുള്ളത്. ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ, ഒന്നുകൂടി നമ്മൾ ശ്രമിച്ചാൽ ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയണത് നിങ്ങൾ കേൾക്കുക. അതിനെ കുറച്ച് മെഡിറ്റേഷനോ കാര്യങ്ങളോ പ്രാർത്ഥനയോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ശരിക്കും യൂണിവേഴ്സായിട്ടും തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും. ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറയുന്നുണ്ട്. ഒന്ന് പുറകോട്ട് മാറാനും പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷോ കമ്പാഷൻ എന്നുള്ളതും വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ 2 സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് വരുന്നത്. നിങ്ങളുടെ
ആരൊക്കെ കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ ആരൊക്കെ വിട്ടുമാറണം എന്നുള്ളത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഓക്കെ, ബട്ട് എന്തായാലും അതൊരു ചേഞ്ച് ആയിട്ട് ഇവിടെ വരാൻ പോകുന്നുണ്ട് സംഭവം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സഹിച്ചു നിന്ന ഒരു സിറ്റുവേഷൻ അതിനൊരു തീരുമാനം എടുക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാനിത് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഓക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പരസ്പരം ഒരു വീണ്ടും ഒരു സോഫ്റ്റ് ആവാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ, 2 സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ എനിവേ ഇതൊരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.